കണ്ണൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള ഇന്നത്തെ തെരച്ചിൽ നിർത്തിവെച്ചു. മോശം കാലാവസ്ഥയെ തുടർന്നാണ് രക്ഷാദൌത്യം നിർത്തിവെച്ചത്. നാളെ പുലർച്ചെ 6:30-ന് രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കും. തെരച്ചിലിൽ വീഴ്ചയുണ്ടാകുന്നുവെന്നും എത്രയും വേഗം കരസേനയെ ഇറക്കണമെന്നും നേരത്തെ അർജുന്റെ കുടുംബം ആവശ്യപ്പെട്ടിരുന്നു. കേരളത്തിൽ നിന്ന് അവിടേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്ന വോളണ്ടിയേഴ്സ് ഉണ്ട്. അവർക്ക് ആവശ്യമായ ഉപകരണങ്ങൾ നൽകാൻ തയ്യാറായി നിൽക്കുന്നവരുമുണ്ട്. അവരെ അതിന് അനുവദിക്കണമെന്നതാണ് കുടുംബം ആവശ്യപ്പെട്ടത്. പക്ഷേ അതിനുള്ള നടപടികൾ ഉണ്ടാകുമോ എന്നത് നമുക്കറിയില്ല. ഇപ്പോഴെന്തായാലും ഇന്നത്തെ തെരച്ചിൽ നിർത്തിവച്ചിരിക്കുകയാണ്. KV ബൈജു അവിടെ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ബൈജു, കുടുംബം വലിയ രീതിയിലുള്ള പരാതി ഇപ്പോഴത്തെ രക്ഷാദൌത്യത്തിൽ രേഖപ്പെടുത്തുന്നത് നമ്മൾ കണ്ടതാണ്. ഇന്നത്തെ രക്ഷാപ്രവർത്തനവും നിർത്തിവെച്ചു എന്ന ദുഃഖകരമായ വാർത്തയാണ് അവിടെ നിന്ന് വരുന്നത്. എന്താണ് സാഹചര്യം? ഇനി എപ്പോൾ പുനരാരംഭിക്കും? രേണുക, 9 മണിവരെ തിരച്ചിൽ ഉണ്ടാകുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നെങ്കിലും 8:30 കൂടി തന്നെ തിരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുന്നു. പ്രധാനമായും നമുക്ക് ലഭിക്കുന്ന വിവരം മോശം കാലാവസ്ഥ കാരണമാണ് ഇപ്പോൾ തിരച്ചിൽ നേരത്തെ തന്നെ നിർത്തിവെച്ചിരിക്കുന്നത് എന്നാണ്. രാവിലെ 6:30-ന് തിരച്ചിൽ പുനരാരംഭിക്കുമെന്ന അറിയിപ്പാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഏതായാലും കുടുംബം രാത്രി മുഴുവൻ തിരച്ചിൽ നടത്തണമെന്ന ഒരു ആവശ്യമായിരുന്നു നേരത്തെ തന്നെ ഉന്നയിച്ചത്. പ്രധാനമായും ഈ ലോറി കിടക്കുന്ന സ്ഥലം കൃത്യമായി റഡാർ കണ്ടെത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി അവിടെയുള്ള മണ്ണ് നീക്കം ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഈ മണ്ണ് നീക്കം ചെയ്യുന്ന നടപടികളിലേക്ക് കടക്കണമെന്നായിരുന്നു കുടുംബം ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ നിർഭാഗ്യരെന്ന് പറയട്ടെ, 8:30 കൂടി തന്നെ തിരച്ചിൽ അവസാനിപ്പിച്ചിരുന്നു. ഇതിന് വിശദീകരണം നൽകിയിരിക്കുന്നത് മോശം കാലാവസ്ഥ, മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ട് എന്നാണ്. എന്തായാലും ഇപ്പോൾ ഈ കുടുംബം എല്ലാം തന്നെ ഇവിടെ തന്നെ ഉണ്ട്. കഴിഞ്ഞ 4 ദിവസമായി അവർ ഇവിടെ തന്നെ ഉണ്ട്. അവർ ഇന്ന് ഇവർ ഈ സ്ഥലത്തുണ്ടായിരുന്നു. ഈ പ്രദേശത്തേക്ക് ഇവരെ ആദ്യം കയറ്റാൻ തയ്യാറായിരുന്നില്ല. പിന്നീട് ചില നിബന്ധന ഉപാധികളൊക്കെ വെച്ചായിരുന്നു ഇവിടെ കയറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പ്രത്യേകിച്ച് മാധ്യമങ്ങൾക്ക് ദൃശ്യങ്ങളൊന്നും നൽകരുത് തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു ഇവരെ പിന്നീട് അവിടുത്തെ കയറ്റുന്ന സാഹചര്യം ഉണ്ടായത്. വൈകുന്നേരം 4 മണിയോടുകൂടി തന്നെ എല്ലാവരെയും അവിടെ നിന്നും പുറത്തേക്ക് പറഞ്ഞേക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും നാളെ ഈ ഭാഗത്തേക്ക് നമുക്ക് പ്രവേശനം ഉണ്ടാവുമോ എന്നറിയില്ല. ഏറ്റവും പ്രധാനം കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നാളെ ഈ സ്ഥലം സന്ദർശിക്കുന്നുണ്ട് എന്നതാണ്. അത് ഈ കുടുംബത്തിന് വലിയ പ്രതീക്ഷ വകവെക്കുന്നതാണ്. കാരണം ഏതെങ്കിലും തരത്തിലുള്ള പ്രഖ്യാപനം ഉണ്ടാകുമോ, ഈ നടപടി വേഗത്തിലാക്കാൻ ഇനിയെങ്കിലും ഈ അർജുനെ കണ്ടെത്താനുള്ള നടപടിയുമായി മുന്നോട്ട് ഊർജിതമായ നടപടി ഉണ്ടാകുമോ, മുഖ്യമന്ത്രിയുടെ വാക്കുകൾ എന്തെങ്കിലും അത്തരത്തിലുണ്ടാകുമോ, സൈന്യത്തെ വിളിക്കണമെന്ന ആവശ്യം മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തിൽ ഉണ്ടാകുമോ, ഇത്തരം കാര്യങ്ങളൊക്കെ നാളെ വളരെ നിർണായകമാണ്. ഏതായാലും ഓരോ മണിക്കൂറും കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ആശങ്കയോട് കൂടിയാണ് ഇവിടുന്ന് കാര്യങ്ങൾ നോക്കുന്നത്. കാരണം ഇത്തരത്തിൽ വലിയ കാലാവസ്ഥ മോശമാവുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്. വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുന്ന ഒരു മുന്നറിയിപ്പുമുണ്ട്. രേണുക, തീർച്ചയായും എന്തായാലും ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുന്നു. നാളെ രാവിലെ 6:30-ക്ക് തെരച്ചിൽ പുനരാരംഭിക്കും എന്ന വിവരമാണ് KV ബൈജു നൽകുന്നത്. മോശം കാലാവസ്ഥയാണ് ഇപ്പോഴും വില്ലനായി തുടരുന്നത്. അതേസമയം തെരച്ചിലിൽ വീഴ്ചയുണ്ടാകുന്നുവെന്നും അർജുനെ കണ്ടെത്തും വരെ തെരച്ചിൽ തുടരണമെന്നും ഉള്ള ആവശ്യമാണ് നേരത്തെ കുടുംബം മുന്നോട്ട് വെച്ചത്. ഇപ്പോഴത്തെ രക്ഷാദൌത്യത്തിൽ പ്രതീക്ഷയില്ലെന്നും കരസേനയെ തെരച്ചിലിനായി ഇറക്കണമെന്നും അർജുന്റെ കുടുംബം നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. കേരളത്തിൽ നിന്ന് അവിടേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്ന വോളണ്ടിയേഴ്സ് ഉണ്ട്. അവർക്ക് ആവശ്യമായ ഉപകരണങ്ങൾ നൽകാൻ തയ്യാറായി നിൽക്കുന്നവരുമുണ്ട്. അവരെ അതിന് അനുവദിക്കണമെന്നും കുടുംബം നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. ഈ മോനെ മാത്രം വിചാരിച്ചാണ് അവിടെ മണ്ണെടുക്കൽ തുടങ്ങിയത്. അവിടെ വാഹനങ്ങൾ വേറെ കിട്ടുന്നുണ്ട്, ബോഡികൾ കിട്ടുന്നുണ്ട്, ഒന്നും പുറലോകം അറിയുന്നില്ല. ഈ മോന്റെ വണ്ടി എത്തുമ്പോഴത്തേക്ക് എത്ര വണ്ടി കിട്ടി എന്നുള്ള കാര്യങ്ങളൊക്കെ പുറലോകം അറിയണം. എല്ലാവർക്കും നീതി കിട്ടണം. ഞങ്ങൾക്ക് ഞങ്ങളെ മോനെ എത്രയും പെട്ടെന്ന് കിട്ടണം. പിന്നെ അവിടുത്തെ സംവിധാനങ്ങളിൽ വിശ്വാസം ഞങ്ങൾക്ക് കുറഞ്ഞു. ഒന്നുകിൽ പട്ടാളത്തിന് ഇറക്കുക, അല്ലെങ്കിൽ കേരളത്തിലെ സന്നദ്ധരായ ജനങ്ങളെ വിടാൻ വേണ്ടിയിട്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമ്മതം ഒരു കൊടുക്കുക. ഇപ്പം ഞങ്ങൾക്ക് ഭയമുണ്ട് മക്കൾക്ക് എന്തെങ്കിലും ഹാനി സംഭവിക്കുമെന്നും കൂടെ. എന്താ വെച്ചാൽ മോൻ്റെ വണ്ടീൻ്റെ 2 ഓണർമാരിൽ ഒരാളെ അവിടുത്തെ SP വേദനയാക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ മക്കൾക്കൊക്കെ ഒരു ഭയപ്പാടും കൂടെ ഉള്ളതാണ്. ഈ ഒരു ഭീകരാന്തരീക്ഷം കൂടിയാണ്. അവിടെ മറ്റ് കമ്മ്യൂണിക്കേഷനൊക്കെ ഇത് എന്താ വെച്ചാൽ ഭാഷേൻ്റെ വിഷയമുണ്ട്. മനസ്സിലെ ഈ കടലിരുമ്പം പോലത്തെ ഈ അവസ്ഥ അതിൻ്റെ മുന്നിൽ പെട്ടിച്ച് അവിടെ ഈ റെസ്ക്യൂ പ്രവർത്തനത്തിൻ്റെ മന്ദഗതിയും കൂടെ കാണുമ്പോൾ ഇവർ സംഭവിക്കുന്ന ഒരു അവസ്ഥ ഭയങ്കരമാണ്. അതിൻ്റെ ഉള്ളിൽ ഓരോ ചോരയാണ് ഉള്ളിൽ കിടന്നു കഴിഞ്ഞാൽ എന്തവസ്ഥയിലാണെന്ന് അറിയാത്തത്.